വാർത്തകളിലേക്ക് തിരികെ. ഹൈദരാബാദ് ചാർമിനാറിന് സമീപത്തുണ്ടായ തീപിടുത്തത്തിൽ 17 മരണം, നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റു. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ശ്രീനിധി വിവരങ്ങളുമായി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ശ്രീനിധി, എന്താണ് ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ്, ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്, അവിടെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ഹൈദരാബാദിൽ ചാർമിനാറിനു സമീപമാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. വളരെ വലിയൊരു അപകടം തന്നെയായിരുന്നു നടന്നത്. 2 കുട്ടികൾ ഉൾപ്പെടെ 17 പേരാണ് ഇപ്പോൾ മരിച്ചതായി പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതിൻ്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടാവുകയും 17ഓളം പേർ മരിക്കുകയും ചെയ്തു. അതിനു പുറമെ തന്നെ നിരവധി പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു. ഏകദേശം 11ഓളം ഫയർ എഞ്ചിനുകൾ പ്രവർത്തിച്ച ശേഷമാണ് ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇത്തരത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ. കാരണം നിരവധി പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബത്തിനു വേണ്ടി 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംഷ. ശരി ശ്രീനിധി.